നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് അതിഥികളുമായി ഒന്നിച്ച് സംസാരിച്ച് അവരുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ, അവരെ എങ്ങനെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മേഖലയിൽ എത്തിയത്, അവിടെ നേട്ടങ്ങൾ നേടാൻ അവരെത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സ്വീകരണ മുറിയിൽ വന്നിരുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നിരുന്ന് ഇത്രയും കാല അതിഥികൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. അതെല്ലാം നമുക്ക് ഓരോ പ്രചോദനങ്ങളാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഭാവി നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരവസരമാണ് വിജയങ്ങൾ നേടിയവരുടെ കൂടെയുള്ള യാത്ര. നമ്മുടെ ഇന്നത്തെ അതിഥി ആരാണ് എന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ നമ്മൾ ചെന്നൈയിലാണ് ഇരിക്കുന്നത്. പ്രകാശൻ അസോസിയേറ്റ്സ് അതിന്റെ ഉടമയായ AP പ്രകാശനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അദ്ദേഹത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. വേറെ നാട്ടിലെവിടെയാണ്? ഞാൻ ബ്ലാത്തൂര്, കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ അല്ലേ? അവിടെ ഇപ്പൊ ആരൊക്കെ ഉണ്ട്? ഇപ്പൊ അച്ഛനമ്മ, സിസ്റ്റേഴ്സ് എല്ലാരും അവിടെയാണ്. അപ്പൊ സാറ് ചെന്നൈയിൽ വന്നിട്ട് എത്ര കാലമായി? ഞാൻ 13 വർഷമായി ഇവിടെ വന്നിട്ട്. അപ്പൊ ഇവിടെ ചെന്നൈയിലേക്ക് വരാൻ കാരണം എന്താ? കണ്ണൂരിൽ നിന്ന് അതായത് എനിക്ക് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ തന്നെ CA ചാർട്ടേഡ് അക്കൗണ്ടൻസി ചെയ്യണം, അതിനുള്ള ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് ചെന്നൈ. അങ്ങനെയാണ് ചെന്നൈ ചൂസ് ചെയ്തത്. അപ്പൊ നേരത്തെ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ? ചെന്നൈയിൽ എന്റെ വലിയച്ഛൻ കൂടിയായിരുന്നു. സോ അതാണ് ഒരു പ്രചോദനം ഇങ്ങോട്ട് വരാൻ കാരണം. അപ്പൊ ഇവിടെ 13 വർഷം മുമ്പ് വന്നപ്പോ എന്തായിരുന്നു ആദ്യം ചെയ്തത്? എന്താണ്? അതായത് ആ സമയത്ത് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ CA പഠിക്കാനുള്ളത്, CAന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അതൊരു ഫേം കണ്ടെത്തി. ഇവിടെ വി നാരായണ സ്വാമി ആൻഡ് കമ്പനി, അവിടെ CA കഴിഞ്ഞു. പിന്നെ അത് കഴിയുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം. സോ അങ്ങനെ CA കഴിഞ്ഞു. ഞാൻ സ്വന്തമായിട്ട് wealth management service. So that is my one of the passion. So I choose that field. So I started my career in wealth management service. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ നമ്മുടെ ഇതിൽ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? പ്രകാശൻ അസോസിയേറ്റ്സില് ഞങ്ങള് ഫസ്റ്റ് സർവീസ്, വെരി ഇമ്പോർട്ടന്റ് സർവീസ് ഇസ് വെൽത്ത് മാനേജ്മെന്റ് സർവീസ്. ബിക്കോസ് നമ്മുടെ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ പീപ്പിൾ, ഇൻവെസ്റ്റേഴ്സ് വിൽ നോട്ട് ഗെറ്റ് ദ റൈറ്റ് അഡ്വൈസ്. സോ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വ്യക്തിയായാലും ഒരു സ്ഥാപനമായാലും അവർക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഗോൾസ് പറയും, അത് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അവരവിടെ എത്തിക്കുക എന്നുള്ള അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ വിഷൻ. ആൻഡ് ഓൾസോ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് വിഷൻ ഈസ് നമ്മളെങ്ങനെയാണ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ്സ് ഓൾ അബൌട്ട് മണി. പീപ്പിൾ ആർ നോട്ട് ദർ ടു എഡ്യൂക്കേറ്റ്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെയില്ല. സോ ഞങ്ങൾ വിചാരിച്ചു എങ്ങനെയാണ് അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ഏത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യത്യസ്തമായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. റൈറ്റ്? ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ഇൻകം, നത്തിങ് മോർ നത്തിങ് ലെസ്. ബട്ട് ആ ഫിക്സഡ് റിട്ടേൺ നമുക്ക് സഫീഷ്യന്റ് അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഈസ് വൺ ഓഫ് ദ എനിമി. അത് നമ്മളെ വാല്യൂ ഓഫ് ദ മണി ആക്ച്വലി റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഓൾവേസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് നമ്മൾ റിട്ടേൺ ഓൾവേസ് ബെറ്റർ ദാൻ ഇൻഫ്ലേഷൻ. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിനു വേണ്ടിയിട്ട് വാട്ട് ആർ അതർ ഓപ്പർച്യൂണിറ്റീസ്? വാരിയബിൾ ഇൻകം ജനറേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് സ്റ്റോക്സ്, ഷെയർസ്. ഷെയർസിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പേടിക്കും, പക്ഷെ സോ അതുകൊണ്ട് നമ്മളത് സയന്റിഫിക് വേ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യും, അതിൽ എങ്ങനെയാണ് നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുമോ, അത് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഒരു സന്ദർഭം, ഒരു അവസരമാണ് ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. അത് ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാം. ഇപ്പൊ ഞങ്ങൾക്ക് പറയാം വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഇൻ ഇന്ത്യ. ഞങ്ങൾ 2 days ഒരു സാധാരണ വ്യക്തിനെ എങ്ങനെയാണ് അവർക്ക് ഷെയർ മാർക്കറ്റ് മനസ്സിലാക്കുക, എങ്ങനെയാണ് അതിനെ ഒരു പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളൊരു 2 days ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങൾ ഇവിടെ ചെന്നൈയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ ഞങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങളുടെ വിഷൻ എന്താണെന്ന് പറഞ്ഞാല് educate people and understand the opportunities like shares, mutual funds, and also you can see today gold prices are going. How you will capture അതിന്റെ എങ്ങനെയാണ് നമ്മൾ അഡ്വാൻറ്റേജ് എടുക്കുമോ, അതിപ്പോ പറയും ഓൺലൈൻ കമ്മോഡിറ്റി ട്രേഡിംഗ്, ഗോൾഡ്, ക്രൂഡ് ഓയിൽ, അഗ്രികൾച്ചർ കമ്മോഡിറ്റി, എനിത്തിക്ക് എന്തുവേണം നമുക്ക് ചൂസ് ചെയ്തിട്ട്
അത് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം. അതിനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒരു അവയർനെസ് പ്രോഗ്രാം എല്ലാ മാസവും 1 or 2 ഫ്രീ സെമിനാർ ഞങ്ങൾ ചെന്നൈയിൽ ചെയ്യുന്നത്. ഞങ്ങൾ യൂഷ്വലി എനി ഓഫ് ദ 3 star or 5 star ഹോട്ടൽ വിൽ കാൾ ദം ഫ്രീലി. അപ്പൊ ഈ അതെങ്ങനെ കസ്റ്റമേഴ്സിനെ എങ്ങനെ അറിയിക്കുന്നത്? ഞങ്ങള് ഹിന്ദു ലീഡിംഗ് ന്യൂസ് പേപ്പറിൽ ഞങ്ങൾ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ സം ഓഫ് ദ TV ചാനൽ വി ആർ അഡ്വർടൈസിങ്. സോ അങ്ങനെ പീപ്പിൾ വിൽ നോ ദാറ്റ് ഇങ്ങനത്തെ ഒരു അവസരമുണ്ട്. കുറെ ആൾക്കാർ പേഴ്സണലി ഒരു 10,000 പീപ്പിളിന് മേലെ ഞങ്ങള് ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാമില്. എല്ലാവരും പറയും അത് വളരെയധികം ആരും ചെയ്യുന്നില്ല. ഞങ്ങളുടെ കമ്പനി വിഷൻ എന്താണെന്ന് പറഞ്ഞാല് അവരെങ്ങനെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യും. ആ 2 hours നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം എങ്ങനെയാണ് എന്താണ് ഷെയർ മാർക്കറ്റ്, അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഡിസിപ്ലിൻ ഫോളോ ചെയ്യേണ്ടത്, അതൊക്കെ ഞങ്ങൾ അതിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ പ്രേക്ഷകർ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്കും കൂടെ മനസ്സിലാൻ വേണ്ടി വളരെ സമയം നമുക്ക് കുറവാണ്. എന്നാലും പറ്റുന്ന ഒരു രീതിയിൽ എന്താണ് ഷെയർ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. തീർച്ചയായിട്ടും. അതായത് ഷെയർ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഒരു സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈവൻ പറ്റുവാണെങ്കിലും നമ്മൾക്ക് ഒരു കമ്പനീന്റെ ഭാഗമായിട്ട് ഒരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനീന്റെ ഭാഗമാകുക എന്നുള്ള പരമപ്രധാന ലക്ഷ്യം. നമ്മൾ ഒരു ഷെയർ വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ വി ആർ ബിക്കമിങ് ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ആൻഡ് ആക്ച്വലി സിൻസ് യു ആർ ആൻ ഓണർ നിങ്ങൾക്ക് 2 ബെനിഫിറ്റ് കിട്ടും. ഒന്നെന്ന് പറഞ്ഞാൽ കമ്പനി വളരുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ വളരും. പിന്നൊന്ന് പറഞ്ഞാൽ യു ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. അതുകൊണ്ട് നിങ്ങളുടെ ഇനി കമ്പനി പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ പറയും ഡിവിഡൻഡ്. സോ 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ. ആൻഡ് ഓൾസോ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ദർ ആർ കുറെ കമ്പനി ആക്ച്വലി ഇറ്റ്സ് ക്രിയേറ്റഡ് ലോട്ട് ഓഫ് വെൽത്ത്, റൈറ്റ്? ലൈക്ക് ഇൻഫോസിസ്, ഓൾ ദ കമ്പനീസ് യു ഹാവ് ടു ഐഡന്റിഫൈ ദ നല്ലൊരു കമ്പനീനെ നോക്കിയിട്ട് അതിനുള്ള ഒരു അനാലിസിസ് നത്തിങ് ബട്ട് ഫസ്റ്റ് വി ടെക്നിക്കലി കോൾ ഫണ്ടമെന്റൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യും? ആ ബിസിനസിനെ പറ്റി മനസ്സിലാക്കും, എന്നിട്ടാണ് തുടങ്ങുക. അതേപോലെ ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആ കമ്പനീനെ മനസ്സിലാക്കുക. എന്താണ് ഈ കമ്പനി ചെയ്യുന്നത്, ആരാണ് ഈ കമ്പനി ആക്ച്വലി നടത്തുന്നത്, പ്രൊഫഷണലി മാനേജ് ചെയ്യുന്നത്, ആൻഡ് ഈ കമ്പനീന്റെ ഗ്രോത്ത് എങ്ങനെയാണ് പോകുന്നത്, വെദർ ഇറ്റ്സ് മേക്കിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷെ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് യു വിൽ ഡിസൈഡ് ടു ഇൻവെസ്റ്റ് ഇൻ ഷെയർസ്. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ നഷ്ടത്തിലേക്ക് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് ഇൻ ദ ഗ്രോത്ത് പാത്ത്. ഇന്ത്യ വളരുമ്പോൾ നമ്മളെ എല്ലാ ലീഡിംഗ് കമ്പനിയും വളരും. സോ അങ്ങനെ നോക്കിയിട്ട് അങ്ങനത്തെ കമ്പനിയെ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. ഈ കമ്പനീനെ നോക്കുവാണെങ്കിൽ നമ്മൾ എപ്പോൾ എൻ്റർ ആകണം, എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം, അത് 2 വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സോ അതിനു വേണ്ടിയിട്ട് വി ഡു എ ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എത്തുമ്പോൾ എങ്ങനെയാണ് ഈ കമ്പനിയിൽ ഏത് സമയത്താണ് നമ്മൾ എൻ്റർ ആകുന്നത്. സോ ഈ 2 കാര്യങ്ങളാണ് എല്ലാ പ്രൊഫഷണൽസും ചെയ്യുന്നത്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അത് കോമൺ മാനില് എങ്ങനെ അവർക്ക് യൂസ് ചെയ്യാം, വളരെ സിമ്പിൾ ആണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഈ 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമില് they can understand everything very simply. So ഞങ്ങളുടെ കമ്പനി വിഷനിൽ എങ്ങനെയാണ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ്, ബിക്കോസ് വൺ ഓഫ് ദ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഷെയർ മാർക്കറ്റ് എന്ന വെൽത്ത്